മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്നതിന് മുമ്പ് യമാമയിൽ ഒരുപാട് സ്വഹാബത്തിന്റെ കെട്ടിപ്പൊക്കിയ മക്ബറകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. അതായത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മക്ബറയാണ്. ഒരുപാട് മുസ്ലിമീങ്ങൾ സിയാറത്ത് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു സിയാറത്ത് കേന്ദ്രമായിരുന്നു ഈ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ വന്നപ്പോൾ ഈ സിയാറത്ത് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ എല്ലാ തെറ്റിനിക്കും കൂടെ നിന്നിരുന്ന ഉസ്മാൻ രാജാവ് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ്, ആ രാജാവിനോട് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, രാജാവേ, നമുക്ക് ആ മക്ബറ അങ്ങ് പൊളിക്കണമെന്ന്. രാജാവ് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പൊളിച്ചോ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന്. എന്നാൽ അദ്ദേഹം അത് സമ്മതിച്ചില്ല. കാരണം ഞാൻ തനിച്ചു പോവുകയാണ് എങ്കിൽ നാട്ടുകാരെന്നെ വെറുതെ വിടൂല, അതുകൊണ്ട് നിങ്ങളും എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞു. രാജാവ് കൂടെ ഉണ്ടാകുമ്പോൾ ആരും ഒന്നും ചെയ്യില്ലല്ലോ എന്ന് 600 പടയാളികളുമായി ആ മക്ബറ പൊളിക്കാൻ വേണ്ടി ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും കൂട്ടി, അല്ലെങ്കിൽ ഈ രാജാവിനെയും കൂട്ടി ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോവുകയാണ്. അങ്ങനെയാണ് ആ മക്ബറ തച്ച് പൊളിക്കുന്നത്. ചിലര് ചോദിക്കാറുണ്ട്, എന്റെ സൗദി അറേബ്യയിൽ മക്ബറ ഇല്ലാത്തത് എന്ന്. ഇതാണ് കാരണം. ഉണ്ടായിരുന്ന മുഴുവൻ മക്ബറയും തച്ച് പൊളിച്ചു ഇവർ. ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ.